കശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച വയനാട് സ്വദേശിയായ ധീരജവാൻ വി വസന്തകുമാറിനെ അനുസ്മരിച്ച് വയനാട്. തൃക്കൈപ്പറ്റയിലെ വി വസന്തകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. പുൽവാമ സ്മൃതിയിലാണ് ഇന്ന് രാജ്യം. വി വസന്തകുമാർ എന്ന ധീരജവാനെ അനുസ്മരിക്കാൻ തൃക്കൈപ്പറ്റയിലെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിലേക്ക് ഈ നാട് ഒരുമിച്ചെത്തി. MLA ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്താനായി ഇവിടെ ഒത്തുചേർന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീന, മക്കളായ അനാമിക, അമർദീപ്, അമ്മ ശാന്ത ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാവരും സന്നിഹിതരായിരുന്നു. അതോടൊപ്പം തന്നെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, വൈസ് പ്രസിഡന്റ് രാധാ രാമസ്വാമി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ മേപ്പാടി ബഡ്സ് സ്കൂളിലെ കുട്ടികളും ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ എത്തി. ഈ സ്മൃതി മണ്ഡപത്തിലായിരുന്നു പുഷ്പാർച്ചന നടത്തിയത്. ഇതിനുശേഷം ഇവിടുത്തെ ജില്ലയിലെ മൺമറഞ്ഞു പോയ ജവാന്മാരെ ഓർക്കുന്നതിന് വേണ്ടി ഒരു വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കും എന്നുള്ള കാര്യം MLA ടി സിദ്ദിഖ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സ്മൃതി മണ്ഡപത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ചുറ്റുമതിൽ കെട്ടുന്നതുൾപ്പെടെയുള്ള ദൗത്യം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം ഇവിടേക്കുള്ള റോഡിൻ്റെ വികസനവും സാധ്യമായിട്ടുണ്ട് എന്നുള്ളതും MLA വ്യക്തമാക്കി. ജവാൻ വസന്തകുമാർ ഈ നാടിൻ്റെ ഒരു അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതായിരിക്കുന്ന ഈ സ്ഥലം ഒരു നിത്യസ്മാരകമാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ ചുറ്റുമതിൽ നമ്മൾ ക്രമീകരിച്ചു. അതിൻ്റെ പൂർണ്ണമായ ചുറ്റുമതിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കഴിഞ്ഞ തവണ വന്ന സമയത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഡിമാൻഡ് വസന്തകുമാറിൻ്റെ നാമധേയത്തിലുള്ള റോഡ് പ്രാവർത്തികമാക്കണം എന്നുള്ളതായിരുന്നു. അതും മുഴുവൻ കോൺക്രീറ്റ് പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ആക്കി കഴിഞ്ഞു. ഏപ്രിൽ മാസം വസന്തകുമാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ എക്സർവൈസ്മെന്റുമാരെയും ആദരിക്കുന്ന പ്രവർത്തനവും രക്തസാക്ഷി കുടുംബങ്ങളെ, ഈ ജില്ലയിലുള്ള രക്തസാക്ഷി കുടുംബങ്ങളെയും അതുപോലെ വാർ വാരിയേഴ്സിനെയും മുഴുവൻ ആദരിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. വസന്തകുമാറിൻ്റെ വീടിൻ്റെ ഏതാണ്ട് ഒരു മീറ്ററുകൾ മാത്രം അപ്പുറത്താണ് ഈ ശ്മശാനമുള്ളത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെയായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.